ഒരു വിൽപ്പത്ര കേസാണ്. അതായത് മന്ത്രി കെ ഗണേഷ് കുമാറിനെതിരെ കൊടുത്ത ഒരു കേസായിരുന്നു അത്. അതായത് കുടുംബത്തിൽ ആർ ബാലകൃഷ്ണപിള്ള തയ്യാറാക്കി എന്ന് പറയുന്ന വിൽപ്പത്രം അദ്ദേഹം ഒപ്പിട്ടതല്ല എന്നുള്ളതായിരുന്നു കേസ്. എന്നാൽ അത് കോടതിയിൽ കേസ് വന്നപ്പോൾ കോടതി ഫോറൻസിക് പരിശോധനയ്ക്ക് ഇത് അയച്ചു. ഒപ്പുകൾ ഗണേഷ് കുമാറിൻ്റെ ആണോ അതോ ആർ ബാലകൃഷ്ണപിള്ളയുടെ ആണോ? ഈ കള്ളയൊപ്പിട്ടു എന്നതിൻ്റെ പേരിലായിരുന്നു പിണറായി വിജയൻ അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ എടുക്കാൻ താല്പര്യം കാണിക്കാതിരുന്നത്. കാരണം ഉഷ മോഹൻദാസും അതുപോലെ മോഹൻദാസും പരാതി കൊടുത്ത കേസായിരുന്നു ഇത്. എന്നാൽ ഈ ആരോപണം വ്യാജമാണ് എന്ന് വന്നിരിക്കുന്നു. മാത്രമല്ല, ഈ ഒപ്പുകൾ വ്യാജമായി നിർമ്മിച്ചതല്ല, ബാലകൃഷ്ണപിള്ള തന്നെയാണ് ഈ ഒപ്പുകൾ എല്ലാ സ്ഥലത്തും ഇട്ടിരിക്കുന്നു. അദ്ദേഹം ഒറിജിനലാണ് ഒപ്പുകളെന്നും ഫോറൻസിക് റിസൾട്ട് കൊട്ടാരക്കര കോടതിയിൽ എത്തിയിരിക്കുന്നു. 24 എക്സ്ക്ലൂസീവുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. സലീം, ഗുഡ് മോർണിംഗ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫോറൻസിക് പരിശോധനയുടെ ഫലമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എസ്കാൻ, ഗുഡ് മോർണിംഗ്. മന്ത്രി കെ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒരു ഫോറൻസിക് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനത്തിന് വരെ വിലങ്ങുതടിയായി നിന്നതായിരുന്നു ഈ സ്വത്ത് തർക്കവും. അതുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ വ്യാജ ഒപ്പ് ഇട്ടു, പിതാവിന്റെ വ്യാജ ഒപ്പ് ഇട്ടു എന്നുള്ളൊരു ആരോപണം. ഇത് വളരെ നേരത്തെ തന്നെ ഗണേഷ് കുമാർ മന്ത്രിയാകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയതാണ്. അപ്പോഴൊക്കെ ഈ ആരോപണം മുഖ്യമന്ത്രിക്ക് മുൻപിൽ ഉൾപ്പെടെ എത്തി. സഹോദരി ഉഷ മോഹൻദാസ് പരാതിയുമായി മുഖ്യമന്ത്രിക്ക് അരികെ വരെ പോവുകയും പിന്നീട് തൽക്കാലം ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കേണ്ടതില്ല എന്നൊരു നിലപാട് വരെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ഒരു വിഷയം ഉൾപ്പെടെ ഉണ്ടായതാണ്. ആ കേസിലാണ് ഇപ്പോൾ ഗണേഷ് കുമാറിന് അനുകൂലമായി ഫോറൻസിക് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കാരണം ആ ഒപ്പിട്ടത് ആർ ബാലകൃഷ്ണപിള്ള തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് വരുന്നത്. കൊട്ടാരക്കര മുനിസിപ്പൽ കോടതിയിലായിരുന്നു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു കേസ് വന്നത്. മന്ത്രി കെ ഗണേഷ് കുമാർ ഗണേഷ് കുമാറിനെതിരെ സഹോദരി ഉഷ മോഹൻദാസ് ആയിരുന്നു അത്തരത്തിലൊരു കേസ് നൽകിയത്. ഈ അച്ഛന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനായി വ്യാജ ഒപ്പ് ഗണേഷ് കുമാർ ഇട്ടു എന്നുള്ളതായിരുന്നു ആരോപണം. അതിനെതിരെ ഗണേഷ് കുമാറും നിയമ നടപടി ആരംഭിച്ചു. അതിനുശേഷം ഗണേഷ് കുമാറിന്റെ അഭിഭാഷകൻ ഇദ്ദേഹം ആർ ബാലകൃഷ്ണപിള്ള മുന്നോക്കക്ഷേമ കോർപ്പറേഷനിലെ അംഗമായിരിക്കുമ്പോൾ ഇട്ട ഒപ്പുകൾ, ഇലക്ഷൻ കമ്മീഷന് നൽകിയ ഒപ്പുകൾ, ഒപ്പം തന്നെ ബാങ്ക് ഇടപാടുകൾ നൽകിയ ഒപ്പുകൾ തുടങ്ങിയവ കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം ഈ ഒപ്പും ഹാജരാക്കി. ഇത് വിശദമായി മുനിസിപ്പൽ കോടതി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. അത് സംസ്ഥാന ഫോറൻസിക് വകുപ്പിന് പരിശോധനയ്ക്ക് ഒപ്പ് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് ഈ ഒപ്പുകളെല്ലാം ആർ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെ എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയത്. ഇത്തരത്തിലൊരു കേസ് ഉണ്ടാകാനുള്ള സാഹചര്യം തന്നെ ആദ്യഘട്ടത്തിൽ ഈ ആർ ബാലകൃഷ്ണപിള്ള അസുഖബാധിതനായ ചികിത്സയിലായതിനു ശേഷം തുടക്കം മുതൽ മന്ത്രി കെ ഗണേഷ് കുമാറിനൊപ്പമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ പരിചരിച്ചത് ആർ ബാലകൃഷ്ണപിള്ളയായിരുന്നു. അതിന് മുൻപ് തന്നെയാണ് ഈ വിൽപ്പത്രം തയ്യാറാക്കിയത്. അതിൽ ബാഹ്യമായ ഇടപെടലുകൾ നടത്തി എന്നുള്ളതായിരുന്നു ഉഷ മോഹൻദാസിന്റെ ആരോപണം. അതിന് പിന്നാലെ ഈ ആരോപണം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയതിനു ശേഷം സ്വത്തുക്കൾ തുല്യമായി ഭാഗം വയ്ക്കാം എന്നതുൾപ്പെടെയുള്ള ഒരു അനുനയ ശ്രമവും ഈ ഉഷ മോഹൻദാസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ മന്ത്രി കെ ഗണേഷ് കുമാർ ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട്, തൽക്കാലം അങ്ങനെ വേണ്ട, നിയമ നടപടിയുമായി പോകുന്നത് കൊണ്ട് തന്നെ നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ നിലപാട്. ആ നിയമ പോരാട്ടമാണ് ഇപ്പോൾ എന്തായാലും ഗണേഷ് കുമാറിന് ഒരു ആശ്വാസം നൽകുന്ന വിധിയുമായി വന്നിരിക്കുന്നത്. നിലവിൽ ആ ഒപ്പുകളെല്ലാം തന്നെ ഈ നിലയിൽ ഗണേഷ് കുമാർ ഇട്ടതല്ല, അത് ആർ ബാലകൃഷ്ണപിള്ളയുടെ തന്നെയാണ്. ആ വിൽപ്പത്രത്തിൽ കൂടുതൽ ഭാഗം സ്വത്തുക്കളും ഗണേഷ് കുമാറിന് നൽകിയിരിക്കുന്നത് അത് ആർ ബാലകൃഷ്ണപിള്ളയുടെ തന്നെ തീരുമാനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുകയും ചെയ്യുന്നത്. എസ് കെ, നമുക്ക് കെ മോഹൻദാസ് IASൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നി ഉഷ മോഹൻദാസിൻ്റെയും അഭിപ്രായം തേടാൻ കഴിഞ്ഞു. അവരായിരുന്നു ഈ പരാതി നൽകിയത്. അച്ഛൻ്റെ വിൽപ്പത്രമല്ല എന്നായിരുന്നു പരാതി.